റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് പോസ്റ്റിന്റെ വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റോടുകൂടി അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആകും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ മാസങ്ങളിൽ മിക്കവാറും എക്സാം ഉണ്ടാകും. അതായത് ഒരുപാട് സമയമൊന്നും നമുക്ക് ഈ RRB എക്സാമിന് കിട്ടില്ല. കാരണം ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് പോസ്റ്റിന്റെ വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 246 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ RRB അറിയാം അല്ലെ, എക്സാം പാറ്റേൺ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന ഒരു എക്സാം ആയിരിക്കും നമുക്ക് ഇപ്രാവശ്യം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്ക് എന്റെ അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കി പോവാം. യെസ്, ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൽ നോക്കിക്കേ, നഴ്സിംഗ് സൂപ്രണ്ടന്റിന് പേ ലെവൽ വരുന്നത് 7 അല്ലെ, 7th പേ ലെവലാണ് വരിക. അതായത് ഏതൊരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും നമ്മുടെ നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, പ്രത്യേകിച്ച് RRBയുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നാണ് പറയുക, പേ ലെവൽ 7 ആണ് വരിക. ഏകദേശം ഇൻ ഹാൻഡ് സാലറി സ്റ്റാർട്ടിംഗിൽ ഒരു 92,000 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. 92,000 നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാകും. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ കഴിയുമ്പോൾ നമുക്കൊരു പുതിയ പേ റിവിഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ സാലറി എന്താണെങ്കിലും ഒരു 1.1, അതായത് 1,10,000 എങ്കിലും ഇൻ ഹാൻഡ് സാലറി ഉണ്ടാകും കേട്ടോ. വേക്കൻസീസ് പറയുന്നത് 246 ആണ്. ഇത് കൂടാതെ ഒരു 6 മാസം കൂടുമ്പോൾ നമുക്ക് ഡിയർനെസ് അലവൻസ് ഹൈക്ക് ഉണ്ടാകും. ഒരു 3-4% ഒക്കെ അതിൽ ഹൈക്ക് ഉണ്ടാകും. അതുകൂടാതെ ഇയർലി ഇൻക്രിമെന്റ് ഒക്കെ ഉണ്ടാകും കേട്ടോ. നോക്കിക്കേ, ഈ കാണിച്ചിരിക്കുന്ന പോലെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ പേ ലെവൽ 7 ആണ്. 246 വേക്കൻസീസ് ആണ് ഇപ്പം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ GNM അല്ലെ, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, കൂടാതെ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, കൂടാതെ MSc നഴ്സിംഗ്, ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. ആക്ച്വലി ബാക്കി സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുക, GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പാസ് ആയിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. എക്സാം സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ MCQ ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 90 മിനിറ്റ്സ് എക്സാം ആയിരിക്കും. സബ്ജക്ട്സ് ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, അവയർനെസ്, പ്രൊഫഷണൽ അബിലിറ്റി, കൂടാതെ ജനറൽ അരിത്മെറ്റിക്, ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സിൽ വരിക. ഇത് കൂടാതെ നമ്മുടെ പ്രൊഫഷണൽ സബ്ജക്ട്സും ഉണ്ടാകും. മാർക്കിംഗ് സ്കീം വരുന്നത് 1 then 1/3 ആണ്. അതായത് ഒരു ശരിയായിട്ടുള്ള ഉത്തരത്തിന് 1 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്സ് ആയിരിക്കും കുറയുക. അപ്പോൾ സിലബസ് വരുന്നത് പ്രൊഫഷണൽ അബിലിറ്റി, അതായത് നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്ന് ഏകദേശം 70 ക്വസ്റ്റ്യൻസും നോൺ നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്ന് ഏകദേശം 30 ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് നമ്മൾ കുറച്ച് നഴ്സിംഗ് സബ്ജക്ട്സ് വിട്ട് കുറച്ചുകൂടെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ് ഇവിടെ വരിക. അപ്പം നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമല്ല, നോൺ നഴ്സിംഗ് സബ്ജക്ട്സും നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം വളരെ സുന്ദരമായിട്ട് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ സവിശേഷത നിങ്ങൾക്ക് പലർക്കും ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, കൂടാതെ റാങ്ക് ബൂസ്റ്റർ, പിന്നെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് അല്ലെ. നമ്മുടെ DMEയുടെ എക്സാമിനൊക്കെ ഇപ്പം റിവിഷൻ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ്, പിന്നെ ഡെയിലി, മന്ത്ലി, വീക്ക്ലി ടെസ്റ്റ് ഒക്കെ ഉണ്ടാകും, മെന്റർ സപ്പോർട്ട്, പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരിക. അപ്പൊ നമ്മുടെ കോഴ്സ്, നമ്മുടെ പുതിയ RRBയുടെ പുതിയ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കുന്നവർക്ക് ഫീസിലൊക്കെ നല്ല റിഡക്ഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ അഡ്മിഷൻ ടീം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ എക്സാമിന് വേണ്ടി ഇനിയിപ്പം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ ലിങ്ക് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സൈറ്റിൽ ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നെക്സ്റ്റ് മന്ത് ഒക്കെയാണ് കേട്ടോ. ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുക. അതായത് ഇപ്പം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടേ ഉള്ളൂ. ഇനി അത് വെബ്സൈറ്റിൽ വന്ന് വെബ്സൈറ്റ് ഓപ്പൺ ആയി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് മന്ത് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എക്സാം വരിക ജൂലൈയിലാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആകുന്നതെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഏകദേശം ഒരു മാസം ഉണ്ടാകും. അതായത് ജൂലൈ ഓഗസ്റ്റോടുകൂടി അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആകും. അതിനുശേഷം ഒരു 2 months ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, മാക്സിമം ഒരു ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ നമ്മൾ എക്സാം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുക കേട്ടോ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ മാസങ്ങളിൽ മിക്കവാറും എക്സാം ഉണ്ടാകും. അതായത് നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നുമില്ല. കഴിഞ്ഞ RRBക്ക് കിട്ടിയതുപോലെ ഒരുപാട് സമയമൊന്നും നമുക്ക് ഈ RRB എക്സാമിന് കിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ഇനിയിപ്പോൾ RRB ഇയർലി എക്സാം നടത്താൻ പോവാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ എക്സാം നടത്തി അധികം ദിവസം ആയിട്ടില്ല അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം എക്സാമിന് വേണ്ടി ഒരുപാട് ദിവസവും ഒരുപാട് നാളൊന്നും നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടില്ല. ജെന്യൂൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ, ആത്മാർത്ഥമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ സദേൺ സോണിലൊക്കെ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. അത് കൂടാതെ തന്നെ കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ മേടിച്ച് വരാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിലിൽ നല്ല ഒരു പോസ്റ്റാണിത്. കാരണം ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ വരുന്ന ഒരു പോസ്റ്റ് കൂടെയാണിത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് RRBയുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അഡ്മിഷൻ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.